അപ്പോൾ ലീക്ക് ചെയ്യുന്ന സ്ഥലം അവിടെയാണ് ഈ ഭാഗത്തായിട്ട് വരുന്നത്. കണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ഈ CRT TV ഉണ്ടെങ്കിൽ ആ ടിവിയിൽ ഈ മഴക്കാലൊക്കെ ആകുമ്പോൾ കാറ്റ് കഴിഞ്ഞ് പോണ പോലെ, ടയറിന്ന് കാറ്റ് കഴിഞ്ഞ് പോണ പോലെ ഒരു സൗണ്ട് കേൾക്കും. അതെന്താണെന്ന് അറിയും? അത് ഈ ടിവിയിലെ ട്യൂബിലേക്ക് കണക്ട് ചെയ്തിരുന്ന ഈ ക്യാപ്പ്, ഇതിന്റെ LOT എന്നൊക്കെ പറഞ്ഞ ആ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ സ്പാർക്ക് ചെയ്യും, അതായത് ലീക്ക് ചെയ്തിട്ട് വോൾട്ടേജ് ആർക്ക് ചെയ്യും പുറത്തേക്ക്. അപ്പൊ അങ്ങനെ വരുന്ന ആ ചീറ്റുന്ന സൗണ്ടാണ് ആ എയർ പോണ പോലെയുള്ള സൗണ്ട്. അപ്പൊ അവിടെ നമ്മളിപ്പോ ഈ കേസിന്റെ പുറത്ത് ഇപ്പൊ ഈ ഏരിയയിലായിട്ടാണ് ലീക്ക് എന്ന് വിചാരിക്കാം, ഈ LOTയുടെ അടുത്തായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ കേസിന്റെ പുറത്ത് ചോദിച്ചാൽ നമുക്ക് നല്ല ഷോക്ക് അടിക്കും. അപ്പോ ഈ TV ഇതൊരു LG TV ആണ്. ഇതിന്റെ അകത്തുനിന്ന് ഈ സൗണ്ട് വന്നിട്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് ഇതില് ഒരു ചെറിയ ഒരു പരിപാടി ഉണ്ട്. LOT മാറ്റുന്നതാണ് ഏറ്റവും പരിഹാരം. LOT മാറ്റാതുള്ള ഒരു ചെറിയൊരു ടിപ്പ് നോക്കാം. ഇതാണ് TV നമ്മൾ അയച്ചിട്ടുണ്ട്. ഇത് LGന്റെ ഒരു സ്ലിം ടൈപ്പ് TV ആണ്. അപ്പൊ ഇതാണ് ഈ LOT എന്ന് പറയുന്ന ഈ സാധനം. ഈ സാധനം ഇതാണ് LOT EHT എന്നൊക്കെ പറയുന്നത്. ഈ ഐറ്റാണ് ഇതെന്നുള്ള ഇതാണ് ഈ LOTന്റെ ക്യാപ്പാണ്. LOTന്ന് ഈ ട്യൂബിലേക്കുള്ള ഹൈ വോൾട്ടേജ് സപ്ലൈ ആണ് ഈ കാണുന്നത്. അപ്പൊ ചില TVകളിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ലീക്ക് ഉണ്ടാവും. ചില TVകളിൽ ഈ വയർ ലീക്ക് ഉണ്ടാവും, ഇങ്ങനെയുള്ള ഈ വയർ. ഇപ്പൊ ഇതിലിപ്പോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അടിഭാഗത്താണ് ലീക്ക്. അപ്പൊ അതെങ്ങനെയാ നമുക്കിപ്പോ ഇതിപ്പോ അയച്ചിട്ട് ഞാനിപ്പോ ഓൺ ആക്കിയാല് വല്ലാണ്ട് ലീക്ക് കാണുന്നില്ല. ഞാൻ ഓൺ ആക്കി നോക്കിയപ്പോ അപ്പൊ ലീക്ക് കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട്. അതിന് ചെറിയൊരു ടിപ്പുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഈ സാധനം പുതിയത് വാങ്ങി ചെയ്യാം. അപ്പൊ നമുക്കത് അല്ലാതെ ഉള്ള ഒരു രീതിയിൽ നമുക്ക് ഇതിന്റെ ലീക്ക് നിർത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോ LG ഇങ്ങനത്തെ TV അധികം ആളെ വീടുകളിൽ ഉണ്ടാവില്ല, എല്ലാവരും LED TVകളാക്കി മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ അതെങ്ങനെയാ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതാ ഇങ്ങനെ ഒരു പേപ്പർ എടുക്കുക, ഒരു സാധാരണ ഒരു പേപ്പർ. ഇങ്ങനെ പേപ്പർ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഇത്ര അടുത്തൊന്നും പിടിക്കരുത്. ഒരു ഈ നീളമെങ്കിലും വേണം, ഒരു അത്യാവശ്യം ഒരു 6 ഇഞ്ചെങ്കിലും നീളം വേണം, ഏറ്റവും കുറഞ്ഞത്. എന്നിട്ട് അതെടുത്താണ് നോക്കുന്നത്. ഇപ്പൊ നമുക്ക് ലീക്ക് ഈ സ്പാർക്ക് ചെയ്യണതൊന്നും ഇവിടെ എവിടെയും കാണുന്നില്ല. നോക്കിയാൽ കാണാം, ഇവിടെ നിന്നൊന്നും ഒരു വയലറ്റ് നീല തരത്തിലുള്ള ഒരു സ്പാർക്കിംഗ് ഉണ്ടാവും. അപ്പൊ അത് നോക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതാ ഈ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് ഇങ്ങനെ സ്പാർക്ക് ചെയ്യുന്ന കാണാം. ഇവിടെ ഒന്നുമില്ല. ഇവിടെയാണ് ലീക്ക് കാണുന്നത്. അപ്പൊ ലീക്ക് ചെയ്യുന്ന സ്ഥലം അത് അവിടെയാണ്, ഈ ഭാഗത്തായിട്ട് വരുന്നത്. കണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇങ്ങനെയാണ് ഈ നമ്മൾ ആ ലീക്കുള്ള ഏരിയ കണ്ടുപിടിക്കുന്നത്. ഇനി മറ്റെവിടെയെങ്കിലും നോക്കിയാൽ ഈ ഭാഗത്ത് ഇവിടെ സൈഡിലൊന്നും നമുക്ക് നോക്കുമ്പോൾ ലീക്ക് ഇല്ല, എവിടെയും ആ ഒരു സ്പാർക്കിംഗ് ഇല്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. കണ്ടോ, അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലം പരിഹരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് TV ഓഫ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇവിടെ തൊടാൻ കഴിയില്ല. എന്നിട്ട് വേണം ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു തുണിയൊക്കെ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക. വല്ല കരി പൊടിയൊക്കെ ഉണ്ടാവും ഇവിടെ, അത് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെയുള്ള എനാബോണ്ട് എന്ന് പറഞ്ഞ സാധനം കിട്ടും. എനാബോണ്ട് അല്ലെങ്കിൽ റെഡ് അഡസീവ് അല്ലെ MCL എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ ഓരോ കമ്പനികളുടെ പേരാണ്. യഥാർത്ഥത്തിൽ പറയുന്ന ഗ്യാസ്കറ്റ് മാർക്കർ എന്ന് പറഞ്ഞ ഒരു സാധനം, അതായത് സിലിക്കോൺ സീലന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അപ്പൊ ഇത് ഇങ്ങനെയൊരു സാധനം ഉപയോഗിച്ചാണ് നമ്മൾ എനാബോണ്ട് എന്ന് തന്നെ പറയുന്ന ഒരു സാധനം ഉപയോഗിച്ചാണ്, എനാബോണ്ട് തന്നെ പറഞ്ഞു വാങ്ങല്. അപ്പൊ അത് ഉപയോഗിച്ചാൽ നമ്മൾ ഈ ലീക്ക് അടയ്ക്കാറുള്ളത്. ഇത് അത്യാവശ്യം ലാശം എടുത്തിട്ട് ഇതിന്റെ മുകളിൽ നന്നാക്കി തേച്ച് കൊടുക്കുക. ഇതിന്റെ ഉള്ളിൽ ഇവിടെ എയർ കയറിയിട്ട് ടൈറ്റായി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ഏതെന്ന് വെച്ചാൽ ഇവിടെ കുത്തി ഒരു ഹോൾസ് ഇട്ടിട്ട് ഇതിലെ അപ്പൊ സാധനം എടുക്കുന്നു. ഒരു റെഡ് പേസ്റ്റാ വരാം. ഇത് ഉപയോഗിച്ച് ചെയ്ത് ടാപ്പ് ചെയ്തിട്ടും ലീക്ക് നിൽക്കുന്നില്ലെങ്കിൽ ഒരു പുതിയ LOT വാങ്ങിയിടുക. അതല്ലാതെ ഇനി വേറെ ഒരു പരിഹാരമില്ല. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ മേലെ ടാപ്പ് ചെയ്യുന്നത്. നന്നാക്കി ടാപ്പ് ചെയ്യും. സ്വന്തമായിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. ഒരു TVയുടെ ഉള്ളിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു ഭാഗമാണ് ഈ EHT എന്ന് പറയുന്നത്. EHT എന്ന് പറയുന്നത് എക്സ്ട്രാ ഹൈ ടെൻഷൻ എന്നാണ് ഈ LOT ഈ ട്രാൻസ്ഫോമർ പറയാം. എക്സ്ട്രാ ഹൈ ടെൻഷൻ ട്രാൻസ്ഫോമർ, ലൈൻ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ടാപ്പ് ചെയ്തു. ഇനി ഇത് ഓൺ ആക്കിയിട്ട് ഇത് ലീക്ക് ഉണ്ടോ എന്നും ചെക്ക് ചെയ്യാം. ഇപ്പൊ കണ്ടോ, ആ ഭാഗത്ത് യാതൊരുവിധ ലീക്കും ഇല്ല.
ഈ ഭാഗത്ത് യാതൊരു വിധ ലീക്കും കാണുന്നില്ല. ഇപ്പൊ നേരത്തെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്പാർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അതൊന്നും ഇപ്പൊ ഇവിടെ കാണുന്നില്ല. ഇനിയിപ്പോ ഈ സൈഡിൽ നോക്കി ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഈ മുകളിലേക്കൊക്കെ നോക്കി എവിടെയും ഇനി ലീക്ക് കാണുന്നില്ല. ഇനിയിപ്പോ ലീക്ക് വരും, ഒരു അടുത്ത കൊല്ലം വരും, അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് തന്നെ വരും. അപ്പൊ അത് എന്തായാലും ഇത് മാറ്റിയിരിക്കണം. ഇനിയിപ്പോ ഈ തണുപ്പ് കാരണമാണ് ഇപ്പൊ ഇത് ഈ ലീക്ക് വരാനുള്ള പ്രധാന കാരണം. അപ്പൊ ഇനി ഈ ടി വി എന്ന് പറയുന്നത്, ഈ ടി വിക്ക് വേറെ ചെറിയ കംപ്ലൈന്റുകളുണ്ട്. ഈ ആർക്ക് കാരണം സംഭവിച്ച ഇതിന്റെ പിന്നാമ്പ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ആ പിന്നാമ്പ് സെക്ഷനിൽ ഈ പിക്ചർ ബെൻഡ് ആയ ഒരു അവസ്ഥയാണ്. ഇനി ഈ ടി വിയിൽ കാണുന്ന മറ്റൊരു കംപ്ലൈന്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ മുകളിലായിട്ട് ഈ 3 ലൈൻസ് കാണാം. ഒരു റെഡ്, ഗ്രീൻ, ബ്ലൂ ലൈൻ ഇതിന്റെ മുകളിൽ ഭാഗത്തായിട്ട് കാണാം. ഇത് ഇതിന്റെ വെർട്ടിക്കൽ സെക്ഷനിൽ വരുന്ന മറ്റൊരു കംപ്ലൈന്റ് ആണ്. ഈ ടി വിയിൽ അടുത്ത വരുന്ന കംപ്ലൈന്റ് ആണ് ഈ ടി വിന്റെ പിന്നാമ്പിന്റെ കംപ്ലൈന്റ്. പിന്നാമ്പ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും എല്ലാ ഒരുവിധം സ്ലിം ടി വി, 29 ഇഞ്ച് ടി വി ഒക്കെ. അപ്പൊ അത് കാണാൻ നിങ്ങൾക്ക് സ്ക്വയർ ആയിട്ട് വരേണ്ട സാധനം ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. ഇതാണ് ഇതിന്റെ അടുത്ത കംപ്ലൈന്റ്. ഇപ്പൊ ഈ 2 കംപ്ലൈന്റ് കൂടി ഇതിനകത്ത് ബാക്കിയുണ്ട്. അപ്പൊ അത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തില്ല. നമ്മളിപ്പോ IST ലീക്കിനെ പറ്റി മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കംപ്ലൈന്റ് നിങ്ങൾ വീട്ടിലെ ടി വിയിൽ ആ സൗണ്ട് ഒക്കെ വരികയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാം, ഇങ്ങനെ എവിടുന്ന ലീക്ക് എന്ന് കണ്ടുപിടിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഈ വയറിന്റെ സെന്ററിലാണെങ്കിൽ, ഈ ക്യാപ്പിന്റെ ഈ തുടങ്ങുന്ന ഭാഗത്താണെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ചെയ്തിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും LOT മാറ്റേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും വിചാരിക്കുന്നു. ഇങ്ങനത്തെ ടിവിന്റെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒരു ടിപ്പ് ഇതാണ്. ഇങ്ങനത്തെ ടിവി ഇങ്ങനെയുള്ള കംപ്ലൈന്റ്, ഈ സൗണ്ടുള്ള കംപ്ലൈന്റ്, ഇങ്ങനെ ചീറ്റ, ഷീ എന്നൊക്കെ പറഞ്ഞ സൗണ്ട്, പിടിപിടിന്ന് പൊട്ടിത്തെറിക്കുന്ന സൗണ്ട്, പൊട്ടിത്തെറിയൊന്നും അധികം ഈ ടാപ്പിങ്ങിൽ നിൽക്കില്ല, അല്ലാത്തൊക്കെ നിൽക്കുള്ളൂ. ഇങ്ങനെ ചെറിയ ലീക്കൊക്കെ നിൽക്കുള്ളൂ. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട ഒരു പണിയാണ്. അപ്പൊ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഏറ്റവും റെക്കമെൻഡഡ് LOT പുതിയത് LOT വാങ്ങിയിടുക. അതല്ല വെച്ചാൽ മാത്രം വല്ല ടെസ്റ്റിനോ പരീക്ഷണത്തിനോ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്തു നോക്കുക. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞതിന് ഒരുപാട് പേര് തിരിച്ച് കമന്റ് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതായത് എന്റെ ചാനലിൽ ഇത്രയും കമന്റ് വന്നത് കഴിഞ്ഞ വീഡിയോക്കാണ്. അപ്പൊ അതിനോട് ഒരുപാട് പേര് പ്രതികരിച്ചു എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷം തോന്നുന്നു. അപ്പൊ കൂടുതലും ഞാൻ അങ്ങോട്ട് പോകുന്ന ഓരോ വീഡിയോകൾക്കും നിങ്ങളെ ഓരോ സപ്പോർട്ടും അതിന്റെ അഭിപ്രായങ്ങളും ഒക്കെ എനിക്ക് ഇനി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. അപ്പൊ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ ശനിയാഴ്ചയും ഈ ചാനലിൽ ഓരോ വീഡിയോ ഇടുന്നതാണ്. അപ്പൊ കഴിയുന്ന എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആവശ്യമുള്ളവർ കണ്ട് അത് ഉപയോഗിച്ച് അതിനെപ്പറ്റി ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമന്റിൽ അറിയിക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോസ് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.